ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആണ് കേട്ടോ. നമ്മൾ വീട്ടിലെല്ലാവരും വന്നാലും ഉമ്മ പപ്പടം വീട്ടിൽ തന്നെ ഉണ്ടാക്കും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റായ കലർപ്പില്ലാത്ത പപ്പടം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉമ്മാൻ്റെ പപ്പടം തന്നെ. അപ്പം ഉമ്മാനോട് പറയുക ഒരു വീഡിയോ ചെയ്യാൻ എനിക്കുണ്ട്, നിങ്ങൾ പപ്പടം ഉണ്ടാക്കി പറഞ്ഞ് ഒരു വീഡിയോ ചെയ്താണ്. എനിക്ക് വേണ്ട സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഉഴുന്നുണ്ട്, അതിലേക്കുള്ള കാരമുണ്ട്, പച്ചവെള്ളം. ആ കാരത്തേക്ക് വെള്ളം ഒഴിച്ച് വെച്ച് അത് നല്ല കുതിർന്ന് വരുമ്പോൾ ആ വെള്ളമായിട്ട് നമ്മൾ ഉഴുന്ന് പൊടിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് ലേശീച്ചായിട്ട് കുഴച്ച് കൊടുക്കുക കേട്ടോ. അത് ഒരു പാകത്തിലായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബൗളാക്കി നല്ല ഹാർഡായി കരം ഉഴുന്ന് നല്ല ഹാർഡായി കരം അതിനെ നല്ല കുഴച്ച് നല്ല ഇടിച്ച് പരത്തി സോഫ്റ്റാക്കി എടുക്കണം. പമ്മിക്കല്ലിലിട്ട് നല്ലോണം അത് അതിനെ കുത്തി ഒരു പാകമാക്കി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലെല്ലാവരും കൂടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടിയാണ് അത് ചെയ്യൽ. നമുക്ക് ഒറ്റയ്ക്ക് പണിയാക്കി കൊടുക്കില്ല. എല്ലാവരും ആ പൊടിയിൽ കളിച്ച് ചിക്കാനും പരത്താനൊക്കെ എല്ലാവരും ഒപ്പം ഉണ്ടാവും. അപ്പോൾ ആ അമ്മിക്കല്ലിൽ വെച്ചുമ്പോൾ ഒന്നും കൂടി നല്ലൊന്ന് വലിച്ച് ഇതേ രൂപത്തിലാക്കി കിട്ടണം. ഉഴുന്ന് എപ്പോഴും ഭയങ്കര ഹാർഡായി കുഴച്ച് കിട്ടി. അത് കുഴച്ച് ഈ പാകമായി കിട്ടണം കേട്ടോ. അപ്പോഴേ ആ പപ്പടം നല്ല പൊള്ളച്ച് വരുള്ളൂ. അതിനെ നല്ല കുഴച്ച് ഒരുവിധം പാകമാക്കി കഴിഞ്ഞിട്ട് അതിന് 2 പീസാക്കി കണ്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പും ഡീറ്റെയിലായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എല്ലാതും കൈയായിട്ടാണ് കേട്ടോ. എല്ലാ പണികളും ചെയ്യുന്നത് കൈയായിട്ടാണ്. പക്ക മെഷീനറി സാധനത്തിലാണ് ഇപ്പോൾ നമ്മൾ പപ്പടം വരുന്നത്. ആ പപ്പടം തന്നെ നല്ല കറക്റ്റ് ഉയർന്നല്ല, അതിൽ പല കൂട്ടുകളും കൂടിയിട്ടാണ് നമുക്ക് പപ്പടമൊക്കെ എത്തുന്നത്. ഉഴുന്ന് പൊടി മാത്രമായിട്ടാണ് നമ്മൾ നല്ല ഒറിജിനൽ, അതിലേക്ക് കൂട്ട് കലർപ്പില്ലാത്ത പപ്പടം നമുക്ക് വെള്ളറച്ച് കഴിക്കാം. അതിനങ്ങനെ രണ്ട് ഇതാക്കി കണ്ട് ഒരു കുഴൽ പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഉമ്മ. ആ 2 ബോളിന് അതിൻ്റെ മേലെ ലേശം എണ്ണൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ കട്ട് ചെയ്ത് ചെറിയ കുഞ്ഞ് പീസാക്കി മാറ്റുന്നുണ്ട്. അതിനുള്ളൊരു ചിരവാക്കത്തിൻ്റെ ആ കത്തിയിട്ട് അങ്ങനെ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. 4, 5, 6 എണ്ണാവുമ്പോൾ അടുത്തതിടും. അങ്ങനെ ഫുള്ള് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഈ കട്ട് ചെയ്ത് വെച്ചതിന് നമ്മൾ അത് പരത്താനുള്ള പൊടി വേറെ കേട്ടോ. ഈരോട് എന്ന് പറയും. ഈരോട് പൊടി എന്ന് പറയുന്നു. ഉഴുന്ന്, ഈരോട് പൊടി, കാരം, ഇത്രയും സാധനം, പച്ചവെള്ളം, ഇത്രയും സാധനമാണ് നമ്മൾ പപ്പടത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ആ പൊടിയിലേക്ക്, ആ ഈരോട് പൊടിയിലേക്ക്, നമുക്ക് പരത്താനുള്ള ആ പൊടിയിലേക്ക് ആ കൂട്ടിനെ ഓരോന്നായിട്ട് മുറിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. പിരിച്ച് ഇങ്ങനെ അതിലേക്ക് ആ പൊടിയിലേക്ക് ഇടണം കേട്ടോ. ആ പൊടിയിലേക്ക് ഇട്ട് അതിനെ ചെറിയ കുഞ്ഞി പത്തിരിയാക്കി ഓരോന്നായിട്ട് പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്യാൻ ഉമ്മാക്ക് ഹെൽപ്പിന് ഒരുപാട് ആൾക്കാരുണ്ട് ചുറ്റുവട്ടത്തും. പപ്പടം ഉണ്ടാക്കുമ്പോൾ ഉമ്മാക്ക് എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് കണ്ട് അത് അട്ടിക്ക് വെച്ച് കൊടുക്കാനും പരത്താനും ചിക്കാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ആ പൊടിയിൽ കളിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളാണ് മുൻപന്തിയിൽ ഉണ്ടാവല് കേട്ടോ. കുറേ ആയി ഞാൻ പറയുന്നത് ആ പപ്പടത്തിൻ്റെ ഒരു വീഡിയോ നമുക്കൊന്ന് ചെയ്യണം എന്ന് പറഞ്ഞാൽ. അപ്പം ഉമ്മ പറഞ്ഞു നമുക്ക് എല്ലാവരും ഉള്ളതല്ലേ, നമുക്ക് വീട്ടിലുള്ള ആവശ്യത്തിന് അധികം എല്ലാവരും കൂടി വന്നാലും ഉമ്മ ഇതന്നെ എനിക്ക് ഉണ്ടാക്കല്. ഒരാഴ്ചക്കുള്ളതൊക്കെ ഒന്നായിട്ടുണ്ട് ഉണ്ടാക്കിയേക്കും. 200, 250 പപ്പടമൊക്കെ ഒന്നായിട്ട് ഒറ്റയിലേക്ക് നമുക്കൊരു 4-5 ദിവസത്തിന് ഉണ്ടാക്കിയേക്കും. നല്ല ഉമ്മാൻ്റെ പപ്പടം എല്ലാവരും നല്ല കഴിക്കും ചെയ്യും കേട്ടോ. 4-5 പൊരിക്കുമ്പോൾ തന്നെ എടുത്ത് കഴിക്കൽ തുടങ്ങും എല്ലാവരും. ഓരോ ചെറിയ പത്തിരി, കുഞ്ഞി പത്തിരികളും ഉമ്മ ഓരോന്നായിട്ട് ആ പൊടിയിൽ നല്ല കറക്റ്റ് ആക്കിയിട്ട് ഓരോന്നായിട്ട് പരത്തിയെടുക്കുന്നത്.
പരത്തിന് നമ്മൾ പൊടിയിൽ നല്ല ആക്കിയതിന് ശേഷം അട്ടിക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ആ പരത്തിന് നമ്മൾ ഓരോന്നായിട്ട് അട്ടിക്ക് വെക്കുന്നു. ഈരോട് പൊടി ഉണ്ട്, അതിന് പറയുന്നത് ഈരോട് പൊടി. നല്ല പൊടിയാക്കാൻ നമ്മൾ പിന്നെ ചെയ്യുന്നതൊക്കെ അട്ടിക്ക് വെച്ചിട്ട് കൈ കൊണ്ടാണ്, പിന്നെ പരത്തൽ ഇല്ല. അപ്പോൾ നല്ല പൊടിയാക്കാൻ മറ്റേ പപ്പടത്തിൻ്റെ ഒട്ടി പിടിക്കും. അപ്പോൾ നല്ല ആ പൊടിയിൽ കറക്റ്റായിട്ട് ആക്കിയതിന് ശേഷം അത് അട്ടിക്ക് വെക്കാൻ പറ്റും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് കമൻറ്റ് അഭിപ്രായങ്ങളൊക്കെ പറയണം. അട്ടിക്ക് വെച്ച് ഏകദേശം 2 അട്ടിയാക്കി വെക്കുന്നുണ്ട് കുട്ടികളെല്ലാവരും കൂടി കൂടിയിട്ട്. വെക്കാനും വരത്താനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. വീട്ടിലെല്ലാവരും കൂടി വരുന്ന സമയത്താണ് ഉമ്മ കൂടുതലായിട്ട് ഉണ്ടാക്കല്. മറ്റേ കുറച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ആ ചെറിയ കുഞ്ഞി പത്തിരിനെ ഇതേപോലെ ഇങ്ങനെ കൈകൊണ്ട് ആക്കിയെടുക്കുന്നു. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഉമ്മാൻ്റെ ചെറുപ്പകാലത്ത് എല്ലാവരും ആദ്യമൊക്കെ പപ്പടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അറിവാണ് നമുക്ക്. അതിപ്പോഴും ഉമ്മ അങ്ങനെ നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഉമ്മാൻ്റെ പപ്പടം തന്നെ എല്ലാവരും കഴിക്കല്. ഈ അട്ടിയിലൊരു 50-60 പപ്പടം ഉണ്ടാവും കേട്ടോ. ഓരോ അട്ടിയും അട്ടി ആക്കി വെക്കുന്നുണ്ട് കുട്ടികൾ. ഇതിൽ 350 പിന്നെ 300 പിന്നെ പൊടി കൊടുത്തിട്ട് അതിൻ്റെ പകുതി 300 എടുത്തിട്ടുള്ളത് തോന്നുന്നു. അപ്പോൾ ആ പൊടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഏകദേശം 300 പൊടിയായിട്ട് ഒരു 95 പപ്പടമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നല്ല കൈയിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇതൊക്കെ. നമുക്കിങ്ങനെ ചെയ്യാം. ഉമ്മ എത്ര കാണിച്ചു തന്നാലും നമുക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. കറക്റ്റായിട്ടത് ഇങ്ങനെ ആക്കി കൊണ്ടുവരുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണിച്ചിരുന്ന ലാസ്റ്റ് ഭാഗം വരെ സ്കിപ്പ് ചെയ്യാതെ കൊണ്ടുവരണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് വേണം, എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ. ആ പപ്പടത്തിൻ്റെ ഏകദേശം ഉണ്ടാക്കേണ്ട രീതിയൊക്കെ കഴിഞ്ഞു. ഇത് ആ പൊടിയൊക്കെ നല്ല മാറ്റി അത് പപ്പടം നല്ല പൊടി തട്ടുന്ന രൂപമാണത്. പൊടിനെ ആ ഈരോടെന്ന് പറഞ്ഞ ആ പൊടിനെ പരാപ്പൊടിക്ക് എടുക്കുന്ന മറ്റൊരു പൊടിയാണ് കേട്ടോ. ഈ പപ്പടത്തിന് എടുക്കുന്ന ഒരു പൊടിയാണ്. അതിന് നല്ല ആ പൊടി നല്ല കളയണം കേട്ടോ. പിന്നെ അപ്പം ഇനി അത് അതിൻ്റെ ലാസ്റ്റ് ഭാഗം ഉണക്കുന്ന രീതിയാണ് കേട്ടോ. അത് ഉണക്കുന്ന രീതിയാണ്. നമുക്ക് നേരെ വെയിൽ കൊണ്ടാൽ മതി കേട്ടോ. നമ്മൾ ഒരു തുണി വിരിച്ച് വെച്ചിട്ട് അതിലേക്ക് ഓരോന്നായിട്ട് ചെറിയ വെയിൽ കൊണ്ടാവും. ഒരു 5 മിനിറ്റ് നേരം, നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്, അധികം നേരം വെയിൽ കൊള്ളിക്കാൻ പറ്റില്ല. അതിന് വെയിൽ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പപ്പടം പൊട്ടി പോകും. അപ്പോൾ ഒരു പാക ഒരു ഇതിൽ നമുക്ക് അതിനെ ഉണക്കിയെടുക്കണം. ഒരു തുണിയൊക്കെ വിരിച്ചിട്ട് ഓരോന്നായിട്ട് നമ്മൾ ചിക്കിയിട്ടുണ്ട്. നല്ല വെയിലായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. പെട്ടെന്ന് ഉണങ്ങി കിട്ടും.
ഏകദേശം വെയിൽ കൊണ്ട് ഒരു 5 മിനിറ്റ് ആവാറായിരിക്കുന്നത്. നമ്മൾ പപ്പടം അത് എല്ലാം കളക്ട് ചെയ്ത് കത്തിക്ക് വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. എല്ലാം അത് ഏകദേശം ആയിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു നേരെ വെയിൽ കൊണ്ടാൽ മതി കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങളും പറയണം കേട്ടോ. നല്ലൊരു അഭിപ്രായം പറയണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ